ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്നു. പല നന്മകളും നമ്മിലേക്ക് വരാൻ താമസം അനുഭവപ്പെടുന്നു. പല ദുരവസ്ഥയും നമ്മെ വേദനിപ്പിക്കുന്നതായി നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. ചില കാര്യങ്ങളിൽ ഒത്തിരി തടസ്സങ്ങൾ വന്ന് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കാലതാമസങ്ങൾ വരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ചുറ്റിവളഞ്ഞ് ഒത്തിരി അനർത്ഥങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരമായി ഇന്ന് നമുക്ക് നമ്മുടെ പൂർവികർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. ആരൊക്കെ പാപാവസ്ഥയിൽ മരിച്ചു പോയിട്ടുണ്ടോ അവരുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി, അവരുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കണം. അവർക്ക് ദൈവിക അനുതാപം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ദൈവാനുഗ്രഹങ്ങളിൽ ഒന്നാണ് ദൈവികമായ അനുതാപം. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം, അതാണ് മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദാനം. അത് എല്ലാവർക്കും ഒരുപോലെ ഒരേ സമയം കിട്ടുന്നതല്ല. ദൈവികമായ അനുതാപം അത് ദൈവത്തിൻ്റെ സമയത്ത് ലഭിക്കുന്നതാണ്. അതിനാൽ അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രാർത്ഥിക്കുക. നാം പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഒത്തിരി നന്മകൾ ചെയ്യുന്നവരാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൻ്റെ അവസ്ഥയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ദൈവത്തിനു മാത്രമേ നമ്മുടെ ഹൃദയം കാണാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ അന്തരാത്മാവിൻ്റെ അവസ്ഥ ദൈവത്തിനു മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, പൂർവികർ, പെറ്റേണൽ ആൻഡ് മെറ്റേണൽ ആൻസിസ്റ്റേഴ്സ്, ഇവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ ദൈവം അവരോട് കരുണ കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും അനുഗ്രഹങ്ങൾ വന്നു തുടങ്ങും. പല തടസ്സങ്ങളും മാറിപ്പോകും, എല്ലാ തകർച്ചകളും മാറിപ്പോകും. അതിനാൽ നമുക്കും നമ്മുടെ പൂർവികർക്കും ദൈവിക അനുതാപം, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ദൈവികമായ അനുതാപം, ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം എത്രയും വേഗം ലഭിക്കാൻ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. പാപം ചെയ്യാത്ത മനുഷ്യർ ഇല്ല. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും പാപമില്ലാത്തവരായി കാണപ്പെടുന്നതിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം അനുതപിക്കണം. ദൈവികമായ അനുതാപം അത് ജീവനിലേക്കും നന്മയിലേക്കും നിത്യരക്ഷയിലേക്കും നമ്മെ നയിക്കും. അതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിക്കുന്നതിനും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനും ആത്മാർത്ഥമായി നാം പ്രവർത്തിക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവർക്ക് ദൈവികമായ അനുതാപം ലഭിക്കുന്നതിനും ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനും വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് സങ്കീർത്തനം 51 പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുറഞ്ഞത് ഒരു 10 പേർക്കെങ്കിലും ഇത് നിങ്ങൾ അയച്ചു കൊടുക്കാൻ മറക്കരുത്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 51. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്.
അങ്ങയ്ക്കെതിരായി, അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ, അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വീണ്ടും ഒരു ദിവസം കൂടി കാണാൻ, ജീവിക്കാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി, സുഖമായ നിദ്ര നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, സ്നേഹവാനായ പിതാവേ, ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും, മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മരണം മൂലം വേർപെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ പെറ്റേണൽ ആൻഡ് മെറ്റേണൽ ആൻസസ്റ്റേഴ്സ്, ഞങ്ങളുടെ എല്ലാ പൂർവികരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവരോട് കരുണ തോന്നണമേ. ഇന്ന് പാപാവസ്ഥയിൽ അനുതപിക്കാതെ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവീക അനുതാപം നൽകി അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യ രക്ഷയ്ക്ക് അവരെ ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിലൂടെ നീ അവരെ യോഗ്യരാക്കണമേ. ദൈവമേ, നിന്റെ സന്നിധിയിൽ നീതിമാനായി ആരുമില്ല. ഞങ്ങളെല്ലാവരും പാപികളാണ്. എന്നാൽ ദൈവീക അനുതാപം അതൊരു വലിയ ദാനമാണ്. ദൈവികമായ ദാനമായ അനുതാപം എന്ന വലിയ മഹാപുണ്യം ഞങ്ങൾക്കിന്ന് നൽകി. ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ. കർത്താവേ, അനുതാപം ഒരേ സമയം എല്ലാവർക്കും ഒരേപോലെ വരുന്നതല്ല. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവികമായ അനുതാപം. അതിന്ന് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും പലപ്പോഴും നിന്റെ മുൻപിൽ തിന്മ ചെയ്തു, പാപം ചെയ്തു. മനുഷ്യരായ ഞങ്ങൾ ദൈവമേ, നിന്റെ മുൻപിൽ അവിശ്വസ്തത കാണിച്ചു. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഞങ്ങൾ നിന്നോട് അവിശ്വസ്തത കാണിച്ചു. ദൈവമേ, എന്നാലും നീ ഞങ്ങളെ കരുതുന്നുണ്ട്. എന്നാലും നീ ഞങ്ങളുടെ ജീവിതത്തെ പരിപാലിക്കുന്നു. കർത്താവേ, ഇന്ന് ദൈവികമായ അനുതാപം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ നിന്ന്
മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും ദൈവികമായ അനുതാപം നൽകി പാപമോചനം നൽകി നിത്യരക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക് അവർക്ക് പ്രവേശനം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് വലിയ ശാപക്കെട്ടുകൾ, ബന്ധനങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പൂർവികർക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ അവരിൽ നിന്നുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ള സകല തകർച്ചകളും ഒരു വിരാമമിട്ട് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ സകല ദുരിതങ്ങളും, രോഗങ്ങൾ, രോഗപീഠകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, പരാജയങ്ങൾ, ദാരിദ്ര്യം എല്ലാം വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വം, നിന്റെ വിജയം ഞങ്ങൾക്ക് നൽകണമേ. ഉദ്ധിതനായ ഈശോയെ, ജീവനും പുനരുത്ഥാനവുമായ അങ്ങയുടെ വിജയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും യാത്രകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ, ഞങ്ങൾ കുടിക്കുന്ന പാനീയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കാൻ ഇന്ന് ഈ പ്രാർത്ഥനയെ നീ ആശീർവദിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ നീ കേൾക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, കമന്റ് സെക്ഷനിലൂടെയും ഇമെയിലിൽ കൂടിയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ എഴുതി അറിയിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും ഇപ്പോൾ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണയോടെ ഞങ്ങളെ കാണണമേ. കർത്താവേ, ഞങ്ങളെ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിച്ച് ഒരു പുതുവർഷം തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ മേഖലയിലും സമൃദ്ധി നൽകി ക്രമീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും, ഞങ്ങളുടെ എല്ലാ പൂർവികർക്കും നിത്യജീവനർഹമായ ദൈവിക അനുതാപം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെയും അവരുടെയും പാപങ്ങൾക്ക് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ മാപ്പ് നൽകണമേ. കർത്താവേ, സമയം പൂർത്തിയായിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് അനുതാപം എന്ന മഹാപുണ്യത്തിനു വേണ്ടി, ദൈവിക അനുതാപം എന്ന മഹാ അനുഗ്രഹത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവികമായ അനുതാപം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമുക്കും നമ്മുടെ പൂർവികർക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ഭവനത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും ദൈവീക അനുതാപം നൽകി, പാപമോചനം നൽകി, നിത്യരക്ഷയിലേക്ക്, നിത്യസൗഭാഗ്യത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും പ്രവേശിപ്പിക്കട്ടെ. നമുക്ക് നഷ്ടപ്പെട്ട് കിടക്കുന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങളും, നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ നന്മകളും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമുക്ക് നൽകട്ടെ. കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഇന്ന് ഈ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിച്ച ഓരോ വ്യക്തിക്കും ലഭിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.